കംപ്ലീറ്റ് ആക്സസിബിൾ ആയിട്ടുള്ള ടൈപ്പാണ് ചെയ്തിരിക്കുന്നത്. ഇത് മലപ്പുറത്താണ്. ഒരു വീട്ടിൽ തന്നെ 2 കുട്ടികളും പൂർണ്ണമായിട്ട് ബ്ലൈൻഡാണ്. വയനാട് കൊടുത്ത വിട അമ്മോന് സെർബൽ പാൾസിയാണ്, മോൾക്ക് ഐഡിയ ആണ്, ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയാണ്. തിരുവനന്തപുരത്ത് കൊടുത്തു വിടാം. ഡിസംബറിൽ നമുക്ക് 4 വീട് കൂടി കൊടുക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് 10 വീട് ഈ വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ 4 വീടുകൾ 14 വീട് നമ്മൾ ജനുവരി ഫെബ്രുവരി ആകുമ്പോഴേക്ക് തീർക്കും. അത് കഴിയുമ്പോഴേക്ക് അടുത്ത 14ലേക്ക് പോവുകയാണ്. ഇതെല്ലാം ആക്സസിബിൾ ഹോംസ് ആണ്, സാധാരണ വീടുകളല്ല. അതാണ് നമ്മൾ ചെറുപ്പം കാസർഗോഡ് നമ്മൾ ചെയ്യുന്നതും. നാളെ മറ്റൊരു സംസ്ഥാനത്തിന് അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്തിന് മോഡലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെൻ്ററാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പല രാജ്യങ്ങളിൽ പോയി പഠിച്ച് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ആ സാധനമാണ് അവിടെ കാസർഗോഡ് ഉണ്ടാക്കാനുള്ളത്. അല്ല, ആദ്യം നമ്മൾ 6 months മുതലുള്ള ഏർലി ഡിറ്റക്ഷൻ ഏർലി ഇന്റർവെൻഷൻ മുതൽ ഏതൊക്കെ തരത്തിലുള്ള ഹൈഡ്രോതെറാപ്പി അടക്കമുള്ള തെറാപ്പി സംവിധാനങ്ങളാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇപ്പൊ നമുക്ക് കാസർഗോഡ് എൻഡോസൾഫാൻ വിക്ടിംസിനെ സംബന്ധിച്ച് ഇപ്പൊ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ഹോസ്പിറ്റലിൽ മംഗലാപുരം പോകണം. മംഗലാപുരം പോകാൻ കാരണം അവിടുത്തെ ഗവൺമെന്റ്, കർണാടക ഗവൺമെന്റ് കൺസെഷൻ കൊടുക്കുന്നുണ്ട് എൻഡോസൾഫാൻ വിക്ടിംസിന്. അപ്പൊ ഇവിടുന്ന് ഈ കുട്ടികളെ താങ്ങി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകണം. അപ്പോൾ ആ ഒരു ഫെസിലിറ്റി നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയ ആശ്വാസമായി. അതാണ് അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ സാറ് ഇതിൻ്റെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു 120 കോടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പ്രോജക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പറേഷൻസ് ഫ്യൂച്ചർ അത് അതിനെന്തെങ്കിലും ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ളതുണ്ടോ, അതോ അതും ആർ വി എക്സ്പെക്ടിങ് ഫണ്ടിങ് ഫോർ ദ ഓപ്പറേഷൻസ്? അല്ല, ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്ത് DSC നടത്താൻ വേണ്ടിയിട്ട് ആദ്യം പ്ലാൻ ചെയ്യുമ്പോഴും ഇതേ ഒരു ചോദ്യം നമ്മളോട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ആ ഒരു ഘട്ടത്തിൽ ഞാൻ എൻ്റെ വീട് വരെ വിൽക്കേണ്ടി വന്നു. കാരണം ഭയങ്കരമായിട്ട് പെട്ടുപോയത്. പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അത് 2019 നമ്മൾ DSC ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം 2025 ഒരു ബുദ്ധിമുട്ടില്ല. ഒരു മാസവും നമുക്ക്, ഒരു ദിവസവും നമുക്ക് സ്റ്റൈബിൽ മുടങ്ങിയിട്ടില്ല, ഭക്ഷണം മുടങ്ങിയിട്ടില്ല, ഒന്നും ബുദ്ധിമുട്ട് വന്നിട്ടില്ല, ഒരു സാലറി കൊടുക്കാൻ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മളത് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് കഴിഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്ന പോലെ ഏറ്റവും ഇഷ്ടമാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതാദ്യം ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. ദെൻ ഇറ്റ് വിൽ നടന്നു ഉറപ്പാണ്. ഇതാണ് ഇനി ഈ വിഷയം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ക്വസ്റ്റ്യൻ ഇല്ല. ഐ ജസ്റ്റ് വാണ്ട് ടു ഷെയർ മൈ
എക്സ്പീരിയൻസ് ഞങ്ങൾ അവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് പല പ്രാവശ്യം ട്രിവാൻഡ്രത്തെ DAC പോകാനും കുഞ്ഞുങ്ങളോട് ഒത്ത് ഓരോ ദിവസങ്ങൾ ചെലവഴിക്കാൻ പറ്റിയിട്ടുണ്ട്. അവിടെ ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും അവിടെ പോകണം. നിങ്ങളുടെ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ട് പോകാൻ പറ്റുവാണെങ്കിൽ വെക്കേഷന് സ്പെൻഡ് 1 or 2 days അവിടെ തന്നെ ചെലവഴിക്കുക. അവിടുത്തെ അവിടുത്തെ എല്ലാ ആക്ടിവിറ്റീസ് എങ്ങനെ ഈ വീഡിയോകൾ ഒന്നും കണ്ടില്ല. നമ്മള് എനിക്ക് 100% പോലും നമ്മൾ കണ്ടില്ല. അവരെന്താണ് അവിടെ ചെയ്യുന്നത്, എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ പേരൻസിനെ ട്രീറ്റ് ചെയ്ത് അവരെ എങ്ങനെ എൻഹാൻസ് ചെയ്ത് അവരുടെ ആക്ടിവിറ്റീസ് എങ്ങനെ ഭയങ്കര നമുക്ക് അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് അവരെ കൊണ്ടുവന്നു എന്നുള്ളത്. സ്റ്റേജിൽ നമ്മൾ ഈ വീഡിയോസിലൊന്നും തന്നെ എനിക്ക് അതിൻ്റെ ഒരു 1% പോലും നമ്മൾ കണ്ടിട്ടില്ല. കുഞ്ഞുങ്ങളെയും അവരുടെ പേരൻസിനെ എസ്പെഷ്യലി അമ്മമാരെയും കുഞ്ഞുങ്ങളെ ഇത്രയും ഡിഫറെൻ്റ്ലി ഏബിൾഡ് അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെ അമ്മമാരെ ജീവിതം മുഴുവൻ താങ്ങി കൊണ്ട് നടന്ന് സാറ് പറഞ്ഞതുപോലെ ആ കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധമായ ഫിസിക്കൽ നീഡ്സിൽ സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ അവർ ഓട്ടിസ്റ്റിക് ആണെങ്കിൽ അമ്മമാരെ ഉപദ്രവിച്ച് മിക്കവാറും എല്ലാം സിംഗിൾ പേരൻസ് ആണെങ്കിൽ ഭർത്താക്കന്മാരെ വിട്ടിട്ട് പോയ അമ്മമാരാണ്. ആ അമ്മമാരെ പോലെ എത്ര ഭംഗിയായിട്ടുള്ള ട്രെയിൻ ചെയ്ത് അവര് തന്നെത്താനെ അവിടെ ഇൻകം ഉണ്ടാക്കുന്ന കാര്യമൊന്നും നമ്മൾ പറഞ്ഞില്ല. അവർക്ക് പേ ചെയ്യുന്നുണ്ട്. അവിടെ നല്ല ഒരു ആർട്ടിസ്റ്റിക് വർക്ക്സ് ഡിഫറെന്റ് തയ്യൽ കേന്ദ്രങ്ങള് ആർട്ടിസ്റ്റിക് മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ അതെല്ലാം ഉണ്ടാക്കി അവിടെ ഷോറൂംസ് ഉണ്ട്, വിൽക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ ആക്ടിവിറ്റീസ് ധാരാളം. ഞാൻ പറയുന്നത് എല്ലാവരും അവിടെ പോയി കാണാം. അപ്പൊ നമുക്ക് നമ്മുടെ ഹൃദയം തുറക്കും. നമ്മള് ലൈഫിൽ എന്തുമാത്രം ലക്ഷറിയില് കാശ് വേസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ നമ്മുടെ ഓരോ ദിവസവും അറ്റ്ലീസ്റ്റ് നമ്മൾ $1 വീതം മാറ്റി വെച്ചാല് നമുക്ക് ഈസി ആയിട്ട് ഈ കുഞ്ഞുങ്ങളെ ഓരോ കുഞ്ഞിനെയെങ്കിലും ഒരു വർഷം നമുക്ക് സഹായിക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് എനിക്ക് കുറച്ചെങ്കിലും സഹായിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ പോകുമ്പോൾ പ്ലീസ് ഗോ ദേർ ആൻഡ് സീ. ഈ കുഞ്ഞുങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ വളരുന്ന കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുക, അവരെ കാണിക്കുക. പിന്നെ അതിലുപരിയായിട്ട് ഞാൻ മദർ തെരേസയുടെ ഒരു കോട്ട് എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഈ ഡിഫറെന്റ് ആർട്സ് സെന്ററിലെ കുഞ്ഞുങ്ങളെ കാണുന്നത് we all cannot do great things, but we can all do small things with great love. അത് അദ്ദേഹം പലപ്പോഴും കോട്ട് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓരോ ദിവസവും ഒരു ചെറിയ സാക്രിഫൈസ് ചെയ്ത് നമ്മൾ സേവ് ചെയ്യാൻ അടുത്ത വർഷം വരുമ്പോൾ കൊടുക്കുക. ഇപ്പൊ തന്നെ ഡെയിലി മെഡിസിനെ സാർ പറഞ്ഞത് പലരും ഡെയിലി അവരുടെ നീഡ്സ് കൊടുക്കുന്നതാണ് നീഡ്സ്. അതുപോലെ സാലറി അവിടെ 250 സ്റ്റാഫ് 250 കുഞ്ഞുങ്ങളെ നോക്കാനായിട്ടുണ്ട്. ലോട്ട് ഓഫ് ദം ആർ വോളണ്ടിയേഴ്സ്. നമ്മൾ ഇല്ലാതെ അവിടെ ജോലി ചെയ്യുന്നവരാണ്. അവിടെ ഫുൾ കണ്ടെങ്കിലേ അതിന്റെ ആ വ്യാപ്തി മനസ്സിലാക്കും. ഈ ട്രിവാൻഡ്രത്തുള്ളതിന്റെ I think 100 times more ആണ് ഈ വരാൻ പോകുന്ന കാസർഗോഡ് സ്ഥാപനം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് we can talk to our friends, our groups, our society, our community and extend that knowledge. അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യാതെ we can start doing whatever we can. എൻ്റെ ഒരു ചെറിയ യാചന സാറിന് വേണ്ടി ഞാൻ പറഞ്ഞു എന്നുള്ളത് ഞങ്ങൾ പല പ്രാവശ്യം പോയിട്ടുള്ളത് കൊണ്ട് എനിക്ക് സംശയമാണ്. നമ്മുടെ ഈ ഒരു പ്രവൃത്തികൾ നടത്തുമ്പോൾ അവർ കുട്ടികളെ കെയർ ഗീവേഴ്സായിട്ട് ചെയ്യുന്ന ആളുകൾ കെയർ ഗീവേഴ്സ്. അപ്പോൾ അവർക്ക് ഒരു വിദഗ്ധ പരിശീലനത്തിന്റെ ആവശ്യമുണ്ട്. ഇപ്പം ബ്രാൻഡ് വന്നതാണെങ്കിലും പലരും വോളണ്ടിയേഴ്സായിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അവർക്ക് ഒരു വിദഗ്ധ പരിശീലനം നൽകി അവരെ അങ്ങനെയുള്ള ഒരു കേരള ഗവൺമെന്റുമായിട്ടൊക്കെ ചേർന്ന് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരാനായിട്ടും അങ്ങനെയൊക്കെയുള്ള ഒരു സാധ്യതകളെ ഒന്ന് അതിനെപ്പറ്റി ഒന്ന് പറയുമോ? ഞാൻ 2 കാര്യങ്ങൾ പറയാം. ഒന്ന് ആദ്യം എന്നോട് പറഞ്ഞാൽ സാധിച്ചത് താങ്ക് യു വെരി മച്ച് കേട്ടോ. അവിടെ വന്ന് കണ്ടതിനും അവിടെ കുട്ടികളെ സഹായിച്ചതിനും സ്ഥാപനത്തെ സഹായിച്ചതിനും ഞാൻ നന്ദി പറയുന്നു. കാരണം നമ്മളിപ്പോൾ അവിടെ
പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്നോട് പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് മാജിക് ഷോ ചെയ്യുന്നില്ല എന്ന്. ഈ ഒരു ലോകത്ത് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഞാൻ അതിനകത്ത് ഡെഡിക്കേറ്റ് ചെയ്യാൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഷോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ പ്രൊഫഷണൽ ഷോയിലേക്ക് രീതിയിലേക്ക് മാറ്റി വെക്കണം. അതല്ലെങ്കിൽ നടക്കില്ല. അവിടെ നമ്മൾ അനുഭവിക്കുന്നത് പറഞ്ഞാൽ ഇത്തരം ഒരു കുട്ടി നമ്മുടെ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ പാരൻസ് അനുഭവിക്കുന്ന കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അവരോടൊപ്പം നമ്മൾ ജീവിക്കണം. ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ പോരുന്നതിന് തലേ ദിവസം ഒരു മോനാണ്. ആ മോൻ സിവിയർ ഓട്ടിസം പഠനത്തിലുള്ള ചിത്രമായിരിക്കുന്ന കുട്ടിയാണ്. ആ മോന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഫ്രെയിം ഉള്ള ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഊരിയെടുത്ത് നിലത്ത് എറിഞ്ഞ് ഗ്ലാസ് പൊട്ടിച്ച് ഭയങ്കര പഠിച്ചിരിക്കും. അതാണ് അവരുടെ പ്രശ്നം. എന്റെ മുറിയിൽ ഒരു ഗാന്ധിജിയുടെ പടമുണ്ട്. ആ പടം അവനെ എപ്പോഴാണ് അറിയില്ല ഊട്ടി വരും. ആ ഗാന്ധിജിയുടെ പടത്തിൽ നിലത്തിൽ പൊട്ടിച്ചിരിക്കും. ഒരു 5 തവണ നമ്മൾ അതിന്റെ ഫ്രെയിം മാറ്റി. പിന്നെ നമ്മൾ എന്ത് ചോദിച്ചാൽ ആ റൂമിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അത് ലോക്ക് ചെയ്താണ് നമ്മൾ. അങ്ങനെ ഒരു ദിവസം അവനെ വണ്ടിയിലേക്ക് കയറിയിട്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ഈ ഗ്ലാസിന്റെ മേൽ അവൻ ഭയങ്കരമായിട്ട് അടിച്ചു. താവില്ലാതെ അടിച്ചു ഗ്ലാസ്. അപ്പൊ നമ്മൾ ആ അമ്മയോട് പറഞ്ഞു, അമ്മയെ ഈ ഗ്ലാസ് ഞാൻ കുട്ടി അവന്റെ പേര് വീണ് കഴിഞ്ഞാൽ എന്തായാലും സംഭവിക്കുക, ഒന്ന് ശ്രദ്ധിച്ചുകൂടി. നമ്മൾ അപ്പോഴത്തെ വികാരത്തെ പറഞ്ഞു. ഈ അമ്മ കുട്ടിക്കഥയുടെ പറഞ്ഞാൽ വെച്ചാൽ സാറേ ഞാൻ ഇവിടെ കൊണ്ടുവരുന്നത് അവന്റെ അച്ഛൻ ചാട്ടവാറുകൊണ്ട് അടിക്കുകയാണ്. രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവൻ ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചാട്ടവാറുകൊണ്ട് അടിക്കും. ആ അടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ അവനെ കൊല്ലണം എന്ന് ചോദിക്കുന്നത്. ഈ ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. ഞാൻ അവിടെ പോകുന്നതിന്റെ തലേ ദിവസം സംഭവിച്ചത് എടപ്പാൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സെറിബ്രൽ പാൾസിയുള്ള മോളെ വെള്ളത്തിൽ മുക്കി അമ്മ കൊന്ന് അമ്മ സൂയിസൈഡ് ചെയ്തു എന്ന് പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. ഞാൻ പോകുന്നതിന്റെ തലേ ദിവസം സംഭവിച്ചതാണ്. അതൊന്നും വലിയ വാർത്തയല്ല. പക്ഷെ ഒരു ന്യൂസിലൊന്നും പറയുമ്പോൾ ഇത്തരമുള്ള കാര്യം സംഭവിക്കുന്നത്. ഒരു അമ്മ ഒരു കുട്ടിയെ കൊല്ലണം, ജന്മം കൊടുത്തൊരു കുട്ടിയെ കൊല്ലണം എന്നുള്ളത് എന്തൊരു മാനസികാവസ്ഥയിലേക്ക് എനിക്ക് മാറിയിട്ടില്ല. തൃശ്ശൂര് കഴിഞ്ഞ വർഷം ഒരച്ഛൻ തലേ ദിവസം ചാക്ക് മേടിച്ചുകൊണ്ട് വെച്ച് മണ്ണെണ്ണ വാങ്ങിച്ചു കൊണ്ടുവച്ചു. രാവിലെ ആൺകുട്ടിയാണ്, അവനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു കഴിച്ചു. അവൻ സ്നേഹത്തോടു കൂടി വിളിച്ചു കൊണ്ടുപോയിട്ട് ചാക്ക അവനെ മേലിട്ട് മണ്ണം പൊടിച്ച് തീ കൊടുത്തു. ഒരു ലക്ഷം ആ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവരെ അമ്മയുണ്ട്, പയ്യന്റെ അമ്മയുണ്ട്, അമ്മയുടെ അമ്മയുണ്ട്. ആ നിലവിളി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതാണ് പ്രശ്നം. ഇതൊന്നും നമ്മുടെ നാട്ടിലൊരു സബ്ജക്റ്റ് അല്ല. ഈ ഒരു വീട്ടിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇത് കാരണം ഇറ്റ്സ് നോട്ട് ക്യൂറബിൾ. ഇതൊരിക്കലും മാറുന്ന രോഗമല്ല, ഇതൊരവസ്ഥയാണ്. ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പാരൻസിനെ സംബന്ധിച്ച് അവരുടെ കണ്ണീര് നമുക്കതിനകത്ത് ഒരാളെ നമുക്ക് ചേർത്ത് നിർത്താൻ സാധിച്ചില്ല. ഒരമ്മ കരയാതിരിക്കാൻ നമുക്ക് സാധിച്ചില്ല. അത് നമ്മുടെ ജീവിതത്തിൽ പുണ്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനത് അനുഭവിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ തളർന്നുപോയി. ഇപ്പോൾ ഷോ നടത്താൻ വേണ്ടി ഞാൻ ഇവിടെ വരുന്നതിന് തലേ ദിവസം ഞാൻ ഓൺലൈനിലായിരുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോരുന്നത്. കാരണം പ്രോഗ്രാമിന് വേണ്ടി അലഞ്ഞ് നടന്നു. കാരണം ഇത് നടക്കണ്ടേ, കാര്യം നടക്കണ്ടേ. ഓരോ ആഴ്ചയും ഒരാളുടെ സൊസൈറ്റിക്ക് ചെക്ക് കൊടുക്കാതെ കഴിഞ്ഞാൽ അവർ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്യും. ഇതിനു വേണ്ടിയിട്ട് ഓടുകയാണ്. ഇപ്പോൾ എന്തിനു വേണ്ടി ഓടുമെന്ന് ഞാൻ സ്വയം എന്നോട് ചോദിക്കുന്ന സമയത്ത് എൻ്റെ ആൻസർ ഇത് മാത്രമാണ് എനിക്ക്. എത്രയെങ്കിലും കുട്ടികളെ കുറിച്ച് ഇത് ഈ സ്ഥാപനം IIPD എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ നല്ല ഇതൊരു സൊസൈറ്റിക്കാണ്. ഞാനതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുന്ന സ്ഥാനത്തൊന്നും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ പുറത്താക്കി കഴിഞ്ഞാൽ സ്ഥാപനമാണ്, അല്ലാതെ വേറെ തന്നെയല്ല. നമ്മളെ കൂടുതൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ബാക്കി വയ്ക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നതിന് ഉത്തരമായിട്ടാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യത്തിനകത്ത് പറയുന്നത് ഇവിടെ നമുക്ക് ഡിഫറെന്റ് ആർട്സ് സെന്ററിൽ ഒരു നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുണ്ട്. ഡോക്ടർ അനിൽ എന്നാണ് അദ്ദേഹത്തിന്റെ ഹൈക്കോടതിയിൽ 23 വർഷം വർക്ക് ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ തെറാപ്പിസ്റ്റുകളെല്ലാം ഇവിടെ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് വളരെ നല്ല രീതിയിലാണ് ആ തെറാപ്പിസ്റ്റുകളെ ട്രെയിൻ ചെയ്ത് അദ്ദേഹം ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും സ്പോർട്സ് ഉണ്ട്. രാവിലെ വന്നു കഴിഞ്ഞാൽ യോഗയുണ്ട്. ആ യോഗ കഴിഞ്ഞതിന് ശേഷം സ്പോർട്സ് ഉണ്ട്. ആ കുട്ടികൾക്ക് ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റി ഉണ്ട്, ഡയറ്റീഷ്യൻ ഉണ്ട്, കൊടുക്കേണ്ട ഭക്ഷണത്തിന് ക്രമമുണ്ട്. വളരെ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഞാനത് പറയാൻ കാരണം നമ്മുടെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ കൈകാര്യം പാർലമെന്ററി കമ്മിറ്റി, അതൊരു 20 MP ഉൾപ്പെടുന്ന പാർലമെന്ററി കമ്മിറ്റി. ആ പാർലമെന്ററി കമ്മിറ്റിയോട് ഈ സ്ഥാപനത്തെ കുറിച്ചറിഞ്ഞ് നമ്മുടെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് പോയിട്ട് ഇതിനെപ്പറ്റി പഠിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. ഐ വോണ്ട് ബിലീവ് PT ഉഷ അടക്കമുള്ളവരൊക്കെ അതിനകത്ത് 20 പേരടങ്ങുന്ന
MP മാര് അവിടെ വന്നതിന് ശേഷം ഒരു ദിവസം ഇതിനെ പറ്റി പഠിച്ചിട്ട് പാർലമെന്റിൽ ഈ ഒരു സാധനം അവതരിപ്പിച്ചു. മനസ്സിലായില്ലേ? അപ്പൊ അത്ര കൃത്യമായിട്ട് ട്രെയിനിങ്ങോട് കൂടിയിട്ടാണ് അവിടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്കുള്ള അഭിമാനം. കാസർഗോഡ് വരാൻ പോകുന്നത് ഇതിനേക്കാൾ മികച്ച രീതിയിൽ മറ്റു ലോകങ്ങളിൽ നിന്നും പഠിച്ചെടുത്ത കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ചെയ്യുന്നില്ല. അങ്ങനെ ഒരുപാട് രീതി ഉണ്ടായിരുന്നത് ഇപ്പോൾ ചെയ്യുന്നില്ല. ഇപ്പോൾ കുട്ടികളെ സ്പോൺസർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് DAC മൊത്തത്തിലായിട്ട് സഹായിക്കാം എന്ന് മാത്രമേ. മെയ്യിലെ പ്രോഗ്രാമിനെ പറ്റിയിട്ട് പോയിട്ട് ഞാൻ പറയട്ടെ. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയ് 15 മുതൽ ജൂൺ 15 വരെയാണ് പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ പരിപാടി സ്വാഭാവികമായിട്ടും ഹ്യൂസ്റ്റണിൽ തന്നെയാണ് ആദ്യം നടത്താൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മുമ്പിലായിരിക്കും ആദ്യത്തെ. അതിനാൽ ഇതിനകത്ത് സംഘടനയോ ഒന്നുമില്ല. മനുഷ്യരുടെ സഹായമാണ് വേണ്ടത്. മാനവികതയുള്ള മനുഷ്യത്വമുള്ള ഒരു കൂട്ടം ആളുകൾ ചേർന്ന് എല്ലാവരും കൂടി ചേർന്ന പരിപാടിയെ ഇത് വിജയിപ്പിക്കേണ്ടതാണ്. ആ പരിപാടിയിലൂടെ നമ്മളതിനകത്ത് എനിക്ക് തോന്നുന്ന ടിക്കറ്റ് വെച്ചിട്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. ടിക്കറ്റ് വെച്ചിട്ട് അല്ലാന്നുള്ള UK നടന്ന ടിക്കറ്റ് വെച്ചിട്ടായിരുന്നില്ല. അവർ പ്രോഗ്രാം ഒന്ന് കാണുന്നു, അവർക്ക് ഇഷ്ടമുള്ളത് ഡൊണേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു വലിയ എമൗണ്ട് നമുക്ക് അവിടെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ആ രീതിയിൽ ഏതായാലും അത് സംഘാടകർ തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്തായാലും പൊന്നച്ചൻ്റെ നേതൃത്വത്തിൽ ആ പരിപാടി നമുക്ക് ഗംഭീരമായിട്ട് നടത്തണം. അതിന് വിസ പ്രോസസ്സിംഗ് മറ്റുള്ള കാര്യങ്ങളെല്ലാം സക്സസ് ആയി വന്നു കഴിഞ്ഞാൽ ഒരു നല്ല പരിപാടി കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതിലൂടെ നമ്മുടെ പ്രോജക്റ്റിനെ സഹായിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഇരു കൈയും ചേർത്ത് ഒപ്പം ഉണ്ടാവണം എന്നതുകൂടി അഭ്യർത്ഥിക്കാം. ഞാൻ ജനറലായിട്ടൊന്നും പറഞ്ഞില്ല. ഇതിൽ മാത്രം ഊത്തിപ്പോയി എന്നുള്ളതാണ്. വേറെ എന്തെങ്കിലും ചോദിക്കാൻ വളരെയധികം ആൾക്കാര് ലക്ഷക്കണക്കിന് ആൾക്കാര്. അപ്പൊ ഇതിന്റെ എൻഡോഴ്സ്മെന്റ് ഫണ്ട് ഏകദേശം ഒരു കണക്കുണ്ട്, എത്ര പേരെ അഫക്ട് ചെയ്തു? നോക്കൂ, ഇന്ത്യയിൽ എത്ര ഭിന്നശേഷിക്കാരുണ്ട് എന്നുള്ളതിന്റെ സെൻസസ് ഇല്ല. കറക്റ്റാണ്. ലോകാരോഗ്യ സംഘടന പറയുന്നത് 50% ഓഫ് ദി പോപ്പുലേഷൻ ഇന്ത്യയിലെ ഡിസബിലിറ്റി സെക്ടറിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം സോഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ മുഴുവൻ യാത്ര നടത്തിയപ്പോൾ യു വോണ്ട് ബിലീവ് നോർത്ത് ഇന്ത്യയിൽ ബീഹാറിലും UP യിലൊക്കെ ഈ കുട്ടികളെ പുറത്തു പോലും വിടാതെ ഇരുമ്പഴിക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്ന ധാരാളം കുട്ടികളുടെ ഒരു പ്രദേശമാണ്. കേരളത്തിൽ ഒരുപാട് സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ്. പക്ഷെ വളരെ വളരെ കഷ്ടമാണ് സ്ഥിതി എന്ന് പറയുന്നത്. ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് എന്നുള്ള സയൻസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സോ സിറ്റുവേഷൻ ഇസ് വെരി വേഴ്സ്റ്റ്. അതാണ് അവസ്ഥ. അതുകൊണ്ട് നമ്മൾ ഉണർവുക എന്നത് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ ഈ സമ്പന്ന രാജ്യങ്ങൾക്ക് ഇതിന്റെ 10 വേണമെങ്കിൽ സംവിധാനത്തിൽ ഉണ്ടാക്കാം. നടക്കുകയില്ല. അതിന്റെ മുന്നിൽ ഒരാൾ വേണം. അതാണ് സാറ്. നമ്മളെല്ലാവരും ചെറുതായി VP രാമേന്ദ്രന്റെ ഒരു കവിതയുണ്ട്. ഇവിടെ ഞാനുണ്ടെന്ന് അറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി. കേട്ടില്ലേ? ഇവിടെ ഞാനുണ്ടെന്ന് അറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി. ഇവിടെ ഉണ്ടെന്നതിന് സാക്ഷ്യമായി വെറുമൊരു തൂവൽ താഴെയിട്ടാൽ മതി. ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന് സാക്ഷ്യമായി അടയിരുന്നതിന് ചൂട് മാത്രം മതി. ഇതിലുമേറെ ലളിതമായ ഇങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്ന തൻ ജീവനെയാണ്. കിളികൾ ആവിഷ്കരിക്കുന്ന പോലെ അല്ലെ, ഒരു കൂവൽ മാത്രം മതി. അതുപോലെ നമ്മൾ ഇവിടെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നറിയിക്കുവാൻ നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. സഹായിക്കുക എന്ന് മാത്രമേ ലക്ഷ്യമുള്ളൂ. മറ്റൊരാളെ സഹായിക്കുക. നമ്മൾ നമ്മളിലേക്ക് ഒന്ന് ഉഴുത് നോക്കുക. എന്താണ് നാളെ നമുക്ക് ഉറപ്പാണ് നമ്മളെല്ലാവരും ഒരു ഘട്ടത്തിൽ നമ്മൾ കിടക്കേണ്ടി വരും. കാലം എല്ലാം തിരിച്ചു ചോദിക്കും. നിന്റെ സൗന്ദര്യവും സമ്പത്തും മായവും ദൈവവും എല്ലാം കാലം തിരികെയാവും. அன்பையே பேசி இனிமையாக பேசி சிந்தித்து பேசி നന്മയെ പേശി ഉണ്മയെ പേശി പേശാതിരുന്ന് പഴക് എന്ന് തിരുക്കുറൾ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം തിരിച്ചു കൊടുത്ത് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടി വരും. അല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു കാലഘട്ടം വരുമ്പോൾ സ്വയം നമ്മളോട് നമ്മൾ ചോദിക്കുകയാണ്,
ഞാൻ എന്താണ് ഈ ലോകത്തിന് വേണ്ടി ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഒരു ആൻസർ നമുക്കുണ്ടാവണം. വെറുതൊരു കൂവൽ മാത്രം മതി എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഞാനുണ്ടെന്ന് അറിയിക്കുവാൻ വെറുതൊരു കൂവൽ മാത്രം മതി. ആ കൂവലെങ്കിലും കൂവാതെ പോകരുത്. അതല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ വന്നത് അർത്ഥമുണ്ടാവില്ല എന്നതാണ്. അപ്പോൾ സുഖമായി ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക. പക്ഷേ മറ്റൊരാൾ കൂടി അവിടെ ഉണ്ട് ജീവിക്കാൻ എന്ന് തിരിച്ചറിയുന്ന ഒരു ഘട്ടം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. ദഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കൊടുത്ത് നീർദാശുനി ഓമലേ തരൂ തെല്ലെന്ന് കേട്ട് രാമനോഹരി അന്തരബോധനാണ്. അല്ലല്ലത്തു കഥയത് കഷ്ടമേ അല്ലനാനോ ജാതി മറന്നതോട് ചോദിച്ചപ്പോൾ ജാതി ചോദിച്ചില്ല ഞാൻ സോദരി എന്ന് പറഞ്ഞുകൊണ്ട് തൊണ്ട വറ്റി വരണ്ട് നിൽക്കുന്ന ഒരു ആനന്ദം കൈനീട്ടി നിൽക്കുമ്പോൾ ഒരു ചണ്ടാലപ്പെൺ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം കോരി കുടിക്കുന്ന സമയത്ത് കാണിക്കുന്ന മനോഭാവമാണ് മാനവികത എന്ന് പറയുന്നത്. മാനവികത എന്ന് പറയുന്നത് അങ്ങനെ കൈനീട്ടി നിൽക്കുന്ന ഒരുപാട് മനുഷ്യർ ഈ ലോകത്തുണ്ട്. അവരുടെ കൈക്കുള്ളിലേക്ക് ഒരിറ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പുണ്യം, മഹാപുണ്യം. അതുപോലെ തന്നെ ഈ നമ്മുടെ സമൂഹത്തിൽ ഒരു 5-10% ആൾക്കാർ ഇതുപോലെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറുള്ള, വേണ്ട 1% മതി ആൾക്കാരുണ്ട്. അവർ വളരെ സമ്പത്തുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈയിടെ ഇംഗ്ലീഷ് സ്പീക്കറുകളുടെ ഹൂസ്റ്റണിലെ ഏറ്റവും സമ്പന്നൻ 11-12 ബില്യൺ ഉള്ളയാൾ 95% ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കും ഇവിടുത്തെ ഹൂസ്റ്റണിൽ. പിന്നെ വേറെ അതുപോലെ തന്നെ 9 ബില്യൺ ഉള്ളയാൾ അതിൻ്റെ ഒരു 90% കൂടുതൽ എല്ലാം നടക്കും. Thank you so much, sir, for the inspiring message. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? Let's all give him a standing ovation, please. He deserves that. Thank you so much, sir, and may God bless you. Continue your dream. We will support you. സാറിന്റെ വാക്ക് അർത്ഥവത്താക്കുന്ന രീതിയിൽ നമുക്കിവിടെ കുറച്ച് ഫണ്ട്സ് വന്നു ചേർന്നിട്ടുണ്ട്. ലുക്ക സാറിനെ ഒന്ന് കാണിച്ചു തരാം. ഒന്ന് ലുക്ക സാറിന്റെ വീഡിയോ ഇടാം. യെസ്, ഇതാണ് നമ്മുടെ ലുക്ക സാർ. ഒന്ന് കാണും അദ്ദേഹത്തെ. ശലഭങ്ങളെ ഉദ്ദേശിച്ചത് ഒന്ന് എൻ്റെ അച്ഛനാണ്. അച്ഛൻ കോഴിക്കോട് PVS ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് മരിക്കുന്നത്. ഞാൻ ആ സമയത്ത് ഇരിഞ്ഞാലക്കുട പാരിഷാലിൽ പെർഫോം ചെയ്യാൻ. അച്ഛൻ മരിക്കുന്ന സമയത്ത് അച്ഛൻ ഉറപ്പുണ്ടായിരുന്നില്ല ഞാൻ മാജിക്കിൻ്റെ രംഗത്ത് രക്ഷപ്പെടുന്നത്. അച്ഛൻ അവസാനമായിട്ട് അമ്മയോട് പറഞ്ഞതായിരുന്നു, കുട്ടിയോട് മാജിക്കും കൂടി ഉപേക്ഷിക്കരുത് എന്ന് പറയണം എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ അവസാനമായിട്ട് കണ്ണടച്ചത്. യൂക്ക സാറും എന്നോട് അവസാനമായിട്ട് പറഞ്ഞതാണ് ഈ പ്രോജക്റ്റ് ഉപേക്ഷിക്കരുതെന്നാണ്. ആ രണ്ട് ശലഭങ്ങളാണ് ഏതോ ലോകത്ത് എന്ന് പറഞ്ഞു നടക്കുന്നത്. ആ വാക്ക് ഏറ്റെടുക്കുകയാണ്. നമുക്ക് ഉപേക്ഷിക്കരുത് എന്നുള്ള വാക്ക് നമ്മൾ ഉപേക്ഷിക്കില്ല. ഈ പ്രോജക്റ്റ് നടപ്പിലാക്കിയിരിക്കും. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ ഹൃദയം ചേർത്തുള്ള പ്രാർത്ഥന ഉണ്ടാവണം എന്നാണ് പറയുന്നത്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. Thank you, sir. Now, please be seated. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. നിങ്ങൾ ആരും പോകരുത്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമ്മുടെ സപ്പോർട്ട് കാണിക്കാനായിട്ട് ശ്രീ ഗോപികാന്ത് മുതുകാട് സാറിന്റെ കൂടെ പ്രോഗ്രാമിന് ശേഷം ഒരുമിച്ച് ഒരു പിക്ചർ എടുക്കാനാണ്. സോ പ്ലീസ് മേക്ക് ഷുവർ യു സ്റ്റേ ബാക്ക്. നമ്മുടെ
പ്രോഗ്രാം ഏകദേശം തീരാറായി. സാറിന്റെ വാക്ക് അർത്ഥവത്താക്കുന്ന രീതിയിൽ സഹായമായിട്ട് കുറച്ച് സ്റ്റുഡൻസുകൾ മുൻപോട്ട് വന്നിട്ടുണ്ട്. കൈയടിക്കാം. ആദ്യമായിട്ട് തന്നെ ടീം യുണൈറ്റഡ് ബാംഗ്ലൂർ മത്സരിക്കുന്ന ടീം യുണൈറ്റഡ് പാനലിൽ നിന്നും ഒരു ഫണ്ട് വന്നിട്ടുണ്ട്. സോ മേ ഐ റിക്വസ്റ്റ് ടീം യുണൈറ്റഡ് പാനൽ ടു കം ടു ദ സ്റ്റേജ് to provide the fund to support this great cause. Team United to the stage, please. ഭാരവാഹികൾ ഇങ്ങോട്ട് വരാം. സാറിന് ആ ഫണ്ട് കൊടുക്കാം ഈ സമയത്ത്. ഒരു കാര്യം കൂടിയുണ്ട്. സാറ് പറഞ്ഞതനുസരിച്ച് ചെക്ക് നിങ്ങൾ കൊടുക്കുമ്പോൾ അത് ഡിഫറെന്റ് ആർട്ട് സെന്ററിന്റെ പേരിലേക്കായിരുന്നു കൊടുക്കേണ്ടത്. ഡിഫറെന്റ് ആർട്ട് സെന്റർ. ടീം യുണൈറ്റഡ് പ്ലീസ്. Please give them a round of applause. Thank you. പ്രത്യേക അറിയിപ്പുണ്ട്. നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ ഡിഫറെന്റ് ആർട്ട് സെന്ററിന്റെ പേരിലായിരിക്കണം ചെക്ക് കൊടുക്കേണ്ടത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഫണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സാറിനെ കാണാം, ഫണ്ട് കൊടുക്കാം. അടുത്തതായിട്ട് മിസ്റ്റർ ജി കെ പിള്ളായി ഒരു ഫണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശ്രീ ഗോപിനാഥ് കൈമാറുന്നതായിരിക്കും. സർ പ്ലീസ്. ഒരു കാര്യം പറഞ്ഞിട്ട് പോയേക്കാം. ഇദ്ദേഹത്തെ ഇവിടെ അമേരിക്ക കൊണ്ടുവന്ന് മാത്രമല്ല, മാജിക് പ്ലാനറ്റിന്റെ തുടക്കത്തിൽ അന്ന് മുതൽ അവിടെ ഇനാഗുറേഷൻ മുതൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യും. Thank you so much, Mr. G.K. Pillai. അടുത്തതായിട്ട് may I invite Mr. Jose K. John, MAD President for the felicitation. Mr. Jose K. John. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി ഗോപിനാഥ് മുതികാട്, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പോൾ കരുകപ്പള്ളി, ജി കെ പിള്ളച്ചൻ, അതുപോലെ തന്നെ എബ്രഹാം ദീപൻ, അതുപോലെ ഇന്നിവിടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും. അദ്ദേഹം നമ്മുടെ പ്രിയപ്പെട്ട ഗസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞുവെങ്കിലും അദ്ദേഹം പറഞ്ഞ അദ്ദേഹം നമ്മൾ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിനടുത്ത് സാധാരണ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച് അച്ഛൻ്റെ ചെറിയ കഥകൾ കേട്ട് വളർന്ന് അതിൽ നിന്നും പ്രേരണ ഉൾക്കൊണ്ട് മാജിക്ക് പഠിക്കാൻ ഇറങ്ങി. തൻ്റെ ആദ്യത്തെ ഉദ്യമം മഹാ ഫ്ലോപ്പായി. അവിടെ നിന്നും അച്ഛൻ കൊടുത്ത ആ ഒരു ഉത്തേജനം കൊണ്ട് വീണ്ടും മാജിക്കിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് വളർന്ന് വലുതായി. മാസ്റ്റർ ഗോപിനാഥിൽ നിന്ന് ഗോപിനാഥ് മുതുകാട്, മജീഷ്യൻ ഗോപിനാഥ് മുതുകാടായി വളർന്നു വന്ന പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ഗോപിനാഥ് മുതുകാട് ലോകത്തിന്റെ എല്ലാ സ്റ്റേറ്റുകളിലും പോയി തന്റെ കഴിവ് പ്രകടിപ്പിച്ച് ഇന്ത്യയിൽ ആദ്യമായി മജീഷ്യൻ ലോകത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡായ മർലിൻ
അവാർഡ് വരെ നേടിയിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ പൊതുകാരി. അങ്ങനെ ഒരു പ്രശസ്തി നിൽക്കുമ്പോൾ ഒരു പ്രോഗ്രാമിന് കാസർഗോഡ് ചെന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞല്ലോ, ഒരു കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല, അവന് ചവയ്ക്കാൻ പറ്റുന്നില്ല, അവിടെ ആ നേരിട്ടുള്ള ആ കാഴ്ചകളുണ്ട്. ഈ പ്രശസ്തി നിൽക്കുന്ന ഒരു വ്യക്തി ഇതിൽ നിന്നെല്ലാം മാറി വേറൊരു ലോകത്തേക്ക് മാറുകയാണ്. അങ്ങനെ ഒരു മനസ്സ് കാണിക്കാൻ പറ്റുന്ന ആ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും നമ്മളൊന്നും ആലോചിക്കുക, നമ്മളൊരു പ്രശസ്തിയുടെ മഹാകുടുംബത്തിൽ നിന്നിട്ട് നമ്മളൊരു വേറെ രീതിയിലേക്ക് മാറാൻ നമ്മൾ ആരും ഇഷ്ടപ്പെടില്ല. എങ്കിലും അദ്ദേഹം കാണിച്ച ഒരു വലിയ മനസ്സിന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള ഇന്ന് അദ്ദേഹം ചെയ്യുന്നത് മാജിക്കിൽ കൂടി നമ്മളെല്ലാം രസിപ്പിച്ചെങ്കിൽ ഇന്ന് അദ്ദേഹം നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കിൽ കൂടി മോട്ടിവേഷൻ, അദ്ദേഹത്തിന്റെ വാക്കിൽ കൂടി നമ്മളെ എല്ലാവരും ഉത്തേജിപ്പിക്കുകയാണ്. ജീവിതത്തിൽ തളർന്നുകൊണ്ടിരിക്കുന്നവര്, മാനസികമായി തളർന്നുകൊണ്ടിരിക്കുന്നവര്, അല്ലെങ്കിൽ ഏതെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അദ്ദേഹത്തിന്റെ വാക്ക്, അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും, ഞാൻ അദ്ദേഹത്തിന്റെ പല വീഡിയോകളും ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും വളരെ അർത്ഥവത്താണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും നമ്മൾ തകർന്നിരിക്കുമ്പോൾ നമുക്ക് അതൊരു ഉത്തേജനം തരുന്നതാണ്. ഇങ്ങനെയൊരു അദ്ദേഹത്തിന്റെ വലിയ അറിവാണ് നമുക്ക് ഷെയർ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വലിയ അറിവിന് വായന കൊണ്ട് നമുക്ക് തരുന്ന ആ വലിയ അറിവ്, ലോകം കണ്ട അറിവ് നമുക്ക് നമ്മളോടും ഷെയർ ചെയ്യുന്നുണ്ട് വലിയൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടി. അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മളെല്ലാവരും കേട്ടല്ലോ. ആ ഒരു വലിയ പ്രവർത്തനത്തിന് നമ്മുടെ എല്ലാവരുടെയും പിന്തുണ ആവശ്യമാണ്. അടുത്ത വർഷം അദ്ദേഹം വളരെ ഒരു വലിയ ഷോയുമായിട്ട് ഇവിടെ കടന്നു വരുന്നുണ്ട്. ഈ ഹിസ്റ്ററിലുള്ള എല്ലാ മലയാളികളും പങ്കെടുക്കണമെന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന. അതിന് മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹിസ്റ്ററിന്റെ എല്ലാവിധ ആശംസകളും നേരിട്ടു. ഞങ്ങളെല്ലാവരും എപ്പോഴും കൂടെയുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്. അടുത്ത വർഷം നടക്കുന്ന പരിപാടിയിൽ ഈ വർഷത്തെ ബോർഡ് മാറുന്ന അടുത്ത വർഷത്തിലുള്ള ബോർഡാണെങ്കിൽ ഞങ്ങളെല്ലാവരും എപ്പോഴും വ്യക്തോട് ഞങ്ങൾ കൂടെയുണ്ട്. ഞങ്ങളെല്ലാവരും പൂർണ്ണമായ സഹകരണം വാഗ്ദാനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തികൾക്ക് എല്ലാവിധ ഭാവങ്ങളും നടന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.